guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ഉടച്ചൊഴിച്ച കറിയാണ്. വളരെ എളുപ്പത്തിൽ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ അളവിൽ പെരിഞ്ചീരകം, 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു വലിയ കഷ്ണം കറുവപ്പട്ടയാണ് വേണ്ടത്. ഞാനിതിലേക്ക് അതൊന്ന് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സവാളയാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. വേഗം മയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നത്. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ്സും ഉണ്ടാവും. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റുമ്പോഴത്തേക്കും നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ടാവും ഇതിന്. അപ്പോൾ ഇത് നമ്മുടെ സവാള നല്ല ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചതും 1 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു കറിക്ക് ഒരുപാട് സ്പൈസി ആവശ്യമില്ല. ചിക്കനും ബീഫൊക്കെ വെക്കുന്നോട്ട് നോർമൽ ഒരു എരിവ് മതി. അപ്പോൾ മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എരിയും. അപ്പോൾ അതുകൊണ്ട് 1 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറി ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ കാശ്മീരി ചില്ലി പൗഡർ ഇതിലിടുന്നത് കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് എരിവും ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങൾ എരിവ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നതിന് പകരമായിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ നോർമൽ ചില്ലി പൗഡറും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് തക്കാളിയുടെ പേസ്റ്റാണ്. കറി നല്ല തിക്കായിട്ടിരിക്കാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെ പേസ്റ്റും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു മസാലപ്പൊടികളൊക്കെ ഇതിലൊന്ന് വെന്ത് കുറുകി നല്ല സെറ്റായിട്ട് ഒരു റെഡ് കളറായിട്ടിരിക്കും. അപ്പോൾ അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് ഒരിക്കലും അടിക്ക് പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പോൾ ദേ ആ തക്കാളി പേസ്റ്റിൽ വെള്ളമൊക്കെ വറ്റി ആ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളവും ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ടും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഉപ്പ് എല്ലായിടത്തേക്കും എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമ്മുടെ കറി ഒരു തളയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ വെള്ളവും ആ മസാലയൊക്കെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് ഗ്രേവി ആയിട്ട് വരാൻ പാകത്തിന് ഒരു തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് വരാൻ പാകത്തിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ദേ ഇങ്ങനെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടാണ് ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ നേരെ തന്നെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടൊക്കെ പോവും. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കിടന്നോളും. അപ്പം ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രേവിയുടെ അളവിൽ നിങ്ങൾക്ക് ഒരു 5 മുട്ട വരെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇടണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും ഇത് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ആയിപ്പോവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കണം. എന്നാലാണ് ഇതൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ഇതിൽ ഈ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ അകവും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് ഈ മുട്ടകൾ തമ്മിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചതായതുകൊണ്ട് ഇത് മൂന്നും കൂടി ഒറ്റയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് തവി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നും കൂടി തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട ഉടച്ചൊഴിച്ച കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി കറിയാണ് ഇത്. നമുക്ക് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.